ഹലോ ലീഫി ലൈബ്രറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അൾട്രാ സ്ട്രക്ചർ ഓഫ് ലൈക്കൺ താലസ്, അതിൽ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇത് പോകില്ല. അപ്പോൾ ആൽഗൽ മെമ്പേഴ്സും ഫംഗൽ ഹൈഫയും എങ്ങനെയാണ് ഒരു ലൈക്കണിൻ്റെ താലസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിസിൽ ലൈക്കണിൻ്റെ താലസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോമോമീറസ് അല്ലെങ്കിൽ ഹോമോ ഐസോമീറസ് താലസ് എന്നും ഹെട്രോമീറസ് താലസ് എന്നും. ഇതാണ് ഇതിൽ ഫസ്റ്റ് കാണുന്നതാണ് ഹോമോ ഐസോമീറസ് താലസ് അല്ലെങ്കിൽ ഹോമോമീറസ് താലസ്. ഈ രണ്ടാമത് കാണുന്നത് ഹെട്രോമീറസ് താലസ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ആൽഗൽ സെൽസ്, ഈ നീണ്ടു കിടക്കുന്നതാണ് ഫംഗൽ ഹൈഫേ. അപ്പോൾ ഈ താലസിൽ ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫയും ഒരേപോലെയാണ്, താലസ് ത്രൂ ഔട്ട് ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹെട്രോമീറസ് താലസ് നോക്കൂ, ആദ്യം അപ്പർ കോർട്ടെക്സ് ഉണ്ട്. ഈ അപ്പർ കോർട്ടെക്സിൽ ഫംഗൽ ഹൈഫേ മാത്രമേ ഉള്ളൂ. ആൽഗൽ ലെയറിൽ ഫംഗൽ ഹൈഫയുണ്ട്, ആൽഗയുണ്ട്. അതായത് ഈ പൂ പോലെ കാണുന്നില്ലേ, അതാണ് ആൽഗൽ സെൽസ് കേട്ടോ. അടുത്തത് മെഡുലയിൽ എന്തുണ്ട്, ഫംഗൽ ഹൈഫയുണ്ട്. ലോവർ കോർട്ടെക്സിലും ഫംഗൽ ഹൈഫേ. അപ്പോൾ ഓരോ ഇതും, അതായത് ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫയും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതിൽ, ഹെറ്ററോമീറസ് താലസിൽ. അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹോമോമീറസ് താലസ് ഈസ് ഓൾസോ നോൺ ആസ് ഹോമോ ഐസോമീറസ് താലസ്. ഹോമോമീറസ് താലസിൻ്റെ മറ്റൊരു പേരാണ് ഹോമോ ഐസോമീറസ് താലസ്. ഫംഗൽ ഹൈഫേ ആൻഡ് ആൽഗൽ സെൽസ് ആർ മോർ ഓർ ലെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ താലസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫയും ആ താലസിലുടനീളം ഏകദേശം ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൽഗൽ മെമ്പേഴ്സായിട്ട് സ്യാനോഫൈറ്റയും ക്ലോറോഫൈറ്റ മെമ്പേഴ്സുമാണ് വരുന്നത്. ഫംഗൽ മെമ്പേഴ്സായിട്ട് ആസ്കോമൈസിറ്റ്സും ബസീലിയോമൈസിറ്റ്സും ആണ് വരുന്നത്. അതിൽ ആസ്കോമൈസിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ആസ്കോമൈസിറ്റ്സ് ഉള്ളതിനെ ആസ്കോലൈക്കൺസ് എന്ന് പറയും കേട്ടോ. ബസീലിയോമൈസിറ്റ്സ് ഉള്ളതിനെ ബസീലിയോലൈക്കൺസ് എന്നും പറയും. അടുത്തത്, ഈ ഹോമോമീറസ് താലസ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ക്രസ്റ്റോസ് ലൈക്കണിലാണ്. ക്രസ്റ്റോസ് ലൈക്കണിൽ കാണുന്നു എന്ന് വെച്ചാൽ ഫോളിയോസ് ലൈക്കണിലും ഫ്രൂട്ടിക്കോസ് ലൈക്കണിലും അതില്ല എന്നല്ല, പക്ഷേ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രസ്റ്റോസ് ലൈക്കണിലാണ്. ബോത്ത് മെമ്പേഴ്സ് ഇൻ്റർമിങ്കിൾ ആൻഡ് ഫോം എ തിൻ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഹോമോമീറസ് താലസ് നോക്കിയപ്പോഴത്തേനും ഈ ഒരു വര കണ്ടോ, ഇതാണ് ഔട്ടർ ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹെട്രോമീറസ് താലസിൽ അപ്പർ കോർട്ടെക്സ് ആണ് ഔട്ടർ ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോമോമീറസ് താലസിൽ ഈ അപ്പർ കോർട്ടെക്സ് ഉണ്ടാക്കിയേക്കുന്നത് ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫയും കൂടെ ഇൻ്റർമിങ്കിൾ ചെയ്തിട്ടാണ്. ഇനി ഹോമോമീറസ് താലസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെപ്റ്റോജിയും കൊളിമെല്ലയാണ്. അടുത്തത് ഹെട്രോമീറസ് താലസ് നമ്മൾ നേരത്തെ നോക്കിയല്ലേ, 4 ഡിസ്റ്റിങ്ക്റ്റ് ലെയറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പർ കോർട്ടെക്സ്, ആൽഗൽ സോൺ, മെഡുല, ലോവർ കോർട്ടെക്സ്. ആൽഗൽ ആൻഡ് ഫംഗൽ കമ്പണൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഡെഫിനിറ്റ് സെല്ലുലാർ ലെയർ. ആൽഗൽ സെൽസും ഫംഗൽ കമ്പണൻസും എല്ലാം ഓരോ ഡെഫിനിറ്റ് സെല്ലുലാർ ലെയറിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൽഗൽ മെമ്പേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു ആൽഗൽ സോൺസ് ഓൺലി. ആൽഗൽ മെമ്പേഴ്സിനെ നമുക്ക് ആൽഗൽ സോണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അടുത്ത ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഫ്രൂട്ടിക്കോസ് ലൈക്കണും ഫോളിയോസ് ലൈക്കണും ആണ്. എന്നുവെച്ചാൽ ഫ്രൂട്ടിക്കോസ് ലൈക്കണിലും ഫോളിയോസ് ലൈക്കണിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ഫൈസയും പാർമേലിയാണ്. അതിൻ്റെ രണ്ടിൻ്റെ പിക്ചറാണ് കേട്ടോ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് അപ്പർ കോർട്ടെക്സ്. നമുക്ക് ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദിസ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ലൈക്കൺ. അപ്പർ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറാണ്. അത് ലൈക്കണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ കൂടെയാണ്. ഈ ലൈക്കൺ എന്തിൽ നിന്നൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഹാർഷായിട്ടുള്ള എൻവയറമെൻ്റൽ കണ്ടീഷനിൽ നിന്നാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഡാമേജിൽ നിന്നും ഫിസിക്കൽ ഡാമേജിൽ നിന്നും ലൈക്കണിനെ അപ്പർ കോർട്ടെക്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പർ കോർട്ടെക്സിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുമ്പോഴത്തേനും ഈ അപ്പർ കോർട്ടെക്സ് മോയ്സ്ചർ ശേഖരിച്ച് വയ്ക്കും, മോയ്സ്ചർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ മോയ്സ്ചർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ക്യാരക്ടർ ഈ നമ്മളെ ഡ്രൈ കണ്ടീഷൻ വരില്ലേ, ആ സമയത്ത് ലൈക്കണിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. യൂഷ്വലി നോ ഇൻ്റർസെല്ലുലാർ സ്പേസ് ബിറ്റ്വീൻ ഹൈഫേ ഇഫ് പ്രസൻറ്റ് ഫിൽഡ് വിത്ത് ജെലാറ്റിനസ് സബ്സ്റ്റൻസസ്. യൂഷ്വലി ഈ അപ്പർ കോർട്ടെക്സ് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ഫംഗൽ ഹൈഫേ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ഉണ്ടാവും. അടുത്തത് ആൽഗൽ ലെയർ. located just beneath the upper cortex.
contains either algae or cyanobacteria cells photosynthetic organism. ഓക്കെ, അപ്പോൾ ആൽഗൽ ലെയർ കാണുന്നത് അപ്പർ കോർട്ടെക്സിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ആ ലെയറിൽ ഒന്നുകിൽ ആൽഗെ ആയിരിക്കും, അല്ലെങ്കിൽ സിയാനോ ബാക്ടീരിയൽ സെൽസ് ആയിരിക്കും, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആയിരിക്കും എന്തായാലും അവിടെ കാണുന്നത്. കോമൺ ആൽഗൽ മെമ്പേഴ്സ് ആർ സൈനോഫൈറ്റയിൽ യൂണിസെല്ലുലർ ഗ്ലിയോകാപ്സ. ഇനി ഫിലമെൻറ്റസ് നോക്കുകയാണെങ്കിൽ നോസ്റ്റോക്കും റിവുലേറിയുമാണ്. അടുത്ത് ക്ലോറോഫൈറ്റയിൽ ക്ലോറല്ല, ക്രിസ്റ്റോകോക്കസ്, പ്ലൂറോകോക്കസ്, ഇതൊക്കെയാണ് പൊതുവെ ആൽഗൽ ലെയറിൽ കാണപ്പെടുന്ന സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്ത് ദ ആൽഗെ പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ് ത്രൂ ഫോട്ടോസിന്തസിസ്, provides essential nutrient to the fungus, mutually beneficial symbiotic relationship. ആൽഗെ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിലൂടെ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഫംഗൽ ഹൈഫേ വഴി പാസ് ചെയ്ത് ലൈക്കൺ ത്രൂ ഔട്ട് ഫുഡായിട്ട് പോകുന്നത് ഈ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അടുത്ത് ദിസ് ലെയർ ഈസ് ക്രൂഷ്യൽ. എനർജി നീഡ്സ് ഓഫ് ലൈക്കൺ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഫുഡ് വെൻ എക്സ്പോസ് ടു ലൈറ്റ്. ഈ ലെയർ ക്രൂഷ്യലാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ആൽഗൽ ലെയറാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആൽഗൽ ലെയർ ഇല്ലെങ്കിൽ ലൈക്കണിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് മെഡുല. Situated just below the algal zone, this is the central loosely packed layer of fungal hyphae. മെഡുല എന്ന് പറയുന്നത് ആൽഗൽ ലെയറിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ലെയറാണ്. ഇത് ലൂസ്ലി പാക്ഡ് ഫംഗൽ ഹൈഫേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. നമുക്കിവിടെ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. ദ മെഡുല ആക്ട് ആസ് എ സ്റ്റോറേജ് ഏരിയ, റീറ്റെയിൻ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. മെഡുല ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് വെള്ളവും ന്യൂട്രിയൻസും ശേഖരിച്ചു വയ്ക്കുന്നു. This layer helps the lichen remain hydrated and supports nutrient flow throughout the structure, enhancing its resilience and ability to survive in nutrient poor habitat. ഓക്കെ, അപ്പോൾ ഈ ലെയർ എന്താണ് ന്യൂട്രിയൻസ് ശേഖരിച്ച് വയ്ക്കും, പിന്നെ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യും, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ന്യൂട്രിയൻ്റ് പുവർ ആയിട്ടുള്ള ഹാബിറ്ററ്റിൽ ലൈക്കണിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അടുത്ത് ലോവർ കോർട്ടെക്സും റൈസിൻസും. Present in some like a protective layer on the underside, similar in structure to upper cortex but less dense. ഈ ലെയർ ചില ലൈക്കൺസിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പർ കോർട്ടെക്സ് പോലെ തന്നെ ലോവർ കോർട്ടെക്സും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇവിടെ ടൈറ്റ്ലി പാക്ഡ് ഫംഗൽ ഹൈഫയാണുള്ളത്. പിന്നെ റൈസിൻസ്, ചില ലൈക്കൺസിൽ ഈ ലോവർ കോർട്ടെക്സിൽ റൈസിൻസ് പ്രസൻ്റ് ആണ്. റൈസിൻസ് എന്ന് പറയുന്നത് റൂട്ട് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അത് ലൈക്കണിനെ ഒരു സർഫസിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ടുഗദർ ദി ലോവർ കോർട്ടെക്സ് ആൻഡ് റൈസിൻസ് ഹെൽപ്പ് ദി ലൈക്കൺ അറ്റാച്ച് ഫേംലി ടു സർഫസസ്, പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ബീയിങ് ഈസിലി ഡിറ്റാച്ച്ഡ് ബൈ വിൻഡ്, റെയിൻസ് ഓർ അതർ എൻവയറമെൻ്റൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഈ അപ്പർ കോർട്ടെക്സും റൈസിൻസും കൂടെ ലൈക്കണിനെ ഒരു സർഫസിൽ പിടിച്ചിരിക്കാനും എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള വിൻഡും റെയിനും കണക്കുള്ള സാധനങ്ങൾ വന്നാലും അതിൽ നിന്ന് ഈസിലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവാതിരിക്കാനും ഒക്കെയാണ് ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് സ്ട്രക്ചർ ഓഫ് ക്രസ്റ്റോസ് ലൈക്കണാണ്. ഇതുവരെ നമ്മൾ 2 ടൈപ്പ് താലസിനെ പറ്റി പഠിച്ചില്ലേ. ഇനി ഓരോ ടൈപ്പ് ലൈക്കണിലും എങ്ങനെയാണ് താലസ് എന്ന് നോക്കണമല്ലോ. ക്രസ്റ്റോസ് ലൈക്കണിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോമെറസ് താലസ് ആണുള്ളത്. ആൽഗൽ ആൻഡ് ഫംഗൽ കോമ്പണൻസ് ഒരേപോലെ താലസ് ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഡിഫറെൻറ്റ് ലെയറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അടുത്ത് സ്ട്രക്ചർ ഓഫ് ഫോളിയോസ് ലൈക്കൺ. ഫോളിയോസ് ലൈക്കൺ ഹെട്രോമിയറസ് താലസ് ആണ്. 4 ലെയറുണ്ട്. അപ്പർ കോർട്ടെക്സ്, ആൽഗൽ ലെയർ, മെഡുല, ലോവർ കോർട്ടെക്സ്. പിന്നെ ആൽഗൽ ലെയറിനെ ഗൊനീഡിയൽ ലെയർ എന്നും പറയപ്പെട്ടിരുന്നു മുന്നേ. ഇപ്പോൾ അങ്ങനെയല്ല വിളിക്കുന്നത് കേട്ടോ. Intercellular space either absent or gelatinous matrix is present. Rhizines are present in lower cortex. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഫോളിയോസ് ലൈക്കണിൽ റൈസിൻസ് ലോവർ കോർട്ടെക്സിൽ പ്രസൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഫ്രൂട്ടിക്കോസ് ലൈക്കണിൽ നോക്കുമ്പോഴത്തേനും അത് ഹെട്രോമിയറസ് താലസ് ആണ്, പക്ഷെ റൈസിൻസ് ലോവർ കോർട്ടെക്സിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് റേഡിയലി സിമെട്രിക്കലാണ്. അടുത്ത 3 സോൺസ് ആയിട്ടാണ് ഈ ഫ്രൂട്ടിക്കോസ് ലൈക്കണിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പർ സ്യൂഡോ കോർട്ടെക്സ്, മിഡിൽ ആൽഗൽ ലെയർ, ഇന്നർ മെഡുല. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ അപ്പർ കോർട്ടെക്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെയർ ആയതുകൊണ്ടാണ് ഇതിനെ അപ്പർ സ്യൂഡോ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ആൽഗൽ ലെയറിൽ ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫേ ഉണ്ട്. പിന്നെ മെഡുലയിൽ ഫംഗൽ ഹൈഫേ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.